PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും mySchool എന്ന ഈ ചാനൽ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും നോട്ടിഫിക്കേഷൻ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന സ്ഥലത്ത് 1863 ഓഗസ്റ്റ് 28-നാണ് അയ്യങ്കാളി ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അയ്യൻ എന്നും മാതാവിൻ്റെ പേര് മാല എന്നുമാണ്. ആളിക്കത്തിയ തീപ്പൊരി, ആധുനിക ദളിതരുടെ പിതാവ്, പുലയരാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഗാന്ധിജിയാണ് ഇദ്ദേഹത്തെ പുലയരാജ എന്ന് വിളിച്ചത്. 1937 തന്റെ 5ാം കേരള സന്ദർശന വേളയിൽ വെങ്ങാനൂരിലെത്തി ഗാന്ധിജി അയ്യൻകാളിയെ സന്ദർശിക്കുകയുണ്ടായി. 1893 പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു വില്ലുവണ്ടി സമരം നടത്തിയത്. 1898 ചാലിയത്തെരുവ് ലഹളയുടെ സൂത്രധാരനും അയ്യങ്കാളിയായിരുന്നു. വിദ്യയിലൂടെ ഔന്നത്യം നേടുക എന്ന് പറഞ്ഞ അയ്യൻകാളി 1904 ആശാൻ കളരി എന്ന കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. 1905 വെങ്ങാനൂരിലും ഇദ്ദേഹം കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുകയുണ്ടായി. നെടുമങ്ങാട് ചന്ത കലാപവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനായ അയ്യൻകാളി 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുകയുണ്ടായി. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് 1905 എന്നൊരു വാദവും നിലനിൽക്കുന്നുണ്ട്. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെയുള്ള യാത്രാ സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ആരംഭിച്ച സംഘടനയാണിത്. നാണുവാശാൻ അഥവാ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDP എന്ന സംഘടനയാണ് ഇതിന് പ്രചോദനമായത്. 1938 സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റി. ഈ സംഘടനയുടെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദളിത് പത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട് സാധുജന പരിപാലിനിക്ക്. ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഈ പത്രത്തിന്റെ മുഖ്യ പത്രാധിപർ ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനായിരുന്നു. പുലയ കുട്ടികളെ സർക്കാർ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന ആവശ്യം ആദ്യമായി അയ്യങ്കാളി മുന്നോട്ട് വച്ചത് 1906 ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി 1911 ആദ്യമായിട്ട് അംഗമാവുന്നത്. തുടർന്ന് 28 വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്ന ആദ്യത്തെ ഹരിജൻ എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇദ്ദേഹത്തിന്. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം നടക്കുന്നത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്. ഇതേ തുടർന്ന് ഇന്ത്യയിലെ ആദ്യത്തെ പണിമുടക്ക് നടത്തിയ തൊഴിലാളി നേതാവ് എന്ന ബഹുമതിയും അയ്യങ്കാളിയെ തേടിയെത്തി. 1914 ഇദ്ദേഹത്തെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 1914 ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകുകയുണ്ടായി. 1915 90-ാം ആണ്ട് സമരം നടക്കുന്നത്. കൊല്ലവർഷം 1090 ആയിരുന്നു എന്നതുകൊണ്ടാണ് ഇതിനെ 90-ാം ആണ്ട് സമരം എന്ന് വിളിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഊരൂട്ടമ്പലം എന്ന ഗ്രാമത്തിൽ അയ്യങ്കാളി പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുചെന്നപ്പോൾ സവർണ ജാതിക്കാർ സ്കൂൾ തീയിട്ട് നശിപ്പിക്കുകയുണ്ടായി. ഇതേ തുടർന്നുണ്ടായ ലഹളയാണ് 90-ാം ആണ്ട് ലഹള. പുലയ ലഹള, ഊരൂട്ടമ്പലം ലഹള എന്നീ പേരുകളിലും 90-ാം ആണ്ട് ലഹള അറിയപ്പെടുന്നു. ഇതേ വർഷം തന്നെയാണ് കല്ലുമാല സമരം നടക്കുന്നത്. കല്ലുമാല സമരം നടന്നത് കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന സ്ഥലത്തായതുകൊണ്ട് തന്നെ പെരിനാട് ലഹള എന്നും ഇതറിയപ്പെടുന്നു. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ദളിത് സ്ത്രീകൾ കല്ലുമാല ധരിക്കുന്നത് ഉപേക്ഷിച്ച് പ്രതിഷേധിച്ച സമരമാണ് കല്ലുമാല സമരം. 1915 കൊല്ലം സമ്മേളനമാണ് തിരുവിതാംകൂറിലെ പുലയന്മാരുടെ ആദ്യത്തെ വിപുലമായ സമ്മേളനം. വെള്ളിക്കര ചോതി എന്ന മത്തായി ആശാൻ അയ്യങ്കാളിയുടെ വലം കൈ എന്നറിയപ്പെടുന്നു. 1980 ഇന്ദിരാഗാന്ധിയാണ് തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് സ്ഥാപിച്ച അയ്യൻകാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ഈ അവസരത്തിൽ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നാണ് ഇദ്ദേഹത്തെ ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചത്. തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന അയ്യങ്കാളി ഭവൻ ആണ് കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം. 2002 ഓഗസ്റ്റ് 12 ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് അയ്യങ്കാളിയെ അനുസ്മരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കുകയുണ്ടായി. അയ്യൻകാളി ചെയർ ആരംഭിച്ച സർവകലാശാലയാണ് കേന്ദ്ര സർവകലാശാല കാസർഗോഡ്. 2010 കേരള ഗവൺമെന്റ് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ആരംഭിക്കുകയുണ്ടായി. 2014 അയ്യങ്കാളിയുടെ 152ാമത് ജന്മവാർഷിക ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 28 കേരള സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പട്ടികജാതിയിൽപ്പെട്ട നവോത്ഥാന നായകരുടെ സ്മരണ നിലനിർത്തുന്നതിനു വേണ്ടി മരടിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്മാരക മന്ദിരമാണ് അയ്യങ്കാളി വള്ളോൻ ചാഞ്ചൻ സ്മാരക മന്ദിരം. എന്നാൽ അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വെങ്ങാനൂരിലെ ചിത്രകൂടം എന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഈ സ്ഥലം അറിയപ്പെടുന്ന പേരാണ് പാഞ്ചജന്യം. അയ്യങ്കാളിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് തിരുവിതാംകൂറിലെ പല ഭാഗങ്ങളിലും ദളിത് വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കുവാനുള്ള ഹോസ്റ്റൽ സ്ഥാപിക്കപ്പെട്ടത്. നമ്മുടെ മുൻ രാഷ്ട്രപതി KR നാരായണൻ തിരുവനന്തപുരത്തെ ദളിത് വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ച ആളാണ്. EK നായനാരുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരനാണ് അയ്യങ്കാളി.
ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ അയ്യൻകാളി മരണത്തിന് കീഴ്പ്പെടുന്നത് 1941 ജൂൺ 18 ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ അമർത്തുന്നതോടൊപ്പം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക്